ഈ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ട എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇതാണ് തൂവൽ വെള്ളച്ചാട്ടം. ഇത് സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിലാണ്. എന്നാൽ ഇന്നത്തെ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത് തൂവൽ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് തന്നെയാണ്. കണ്ടല്ലോ അല്ലേ, എന്ത് മനോഹര കാഴ്ച നോക്കി. എന്തായാലും ആ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ തങ്കമണിയിലുള്ള A1 ഫാമിലി റെസ്റ്റോറൻറ്റ് മുന്നിലാണ്. അപ്പോൾ നമ്മളവിടെ ഹോട്ടൽ പരിചയപ്പെടുത്താമെന്നല്ല, എന്നാലും അതും കൂടി കാണിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക്. ഇതെന്താണിത്? അതിന്റെ വലിപ്പം നോക്കി, വലിപ്പം അടിപൊളി, നല്ല വലിപ്പമാണ്. നമ്മുടെ കൈയുടെ ഇതുണ്ടോ. ഞങ്ങള് ചേട്ടൻ്റെ പേര് വിട്ടുപോയി. എന്റെ പേര് കുട്ടപ്പൻ. ചേട്ടനാണല്ലോ ഷോപ്പ്. ഓക്കെ, ശ്രീകുമാർ. ഇവിടെ വിളിക്കണം അല്ലേ? ഇത് കേക്കാണ്, നമ്മുടെ കൈയുടെ വലിപ്പമുണ്ട്. അതെ, വലിപ്പമുണ്ട് കേക്കാണ്. പിന്നെ നമ്മളെ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ജിജോ പറഞ്ഞു ഇങ്ങനെ ഒരു ഷോപ്പുണ്ട്, പിന്നെ ഇവിടുത്തെ മെയിൻ സാധനമാണ് ബോണ്ട. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അവിടെ ഇവിടുത്തെ അത് നല്ല വലിപ്പമായിരുന്നു പറയും. തങ്കമണിയിലാണ് സംഭവം. അപ്പോൾ ഈ ബോണ്ട കഴിക്കാൻ വേണ്ടി ശരിക്കും കയറിയത്, അതുണ്ടായില്ല. അപ്പോൾ ഈ ഒരു കഴിച്ചു നിങ്ങൾ കഴിക്കണല്ലേ, എടുക്കാല്ലേ? ഇതേ കുറച്ചെടുത്ത് എങ്ങനെയാണോ? അതെ, ഞാൻ നല്ല മതി. ഈ ചേട്ടൻ്റെ ഷോപ്പ് ശ്രീകുമാർ. അപ്പോൾ ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി വന്നാണ്. ബോണ്ടയാണ് എന്നോട് പറഞ്ഞത്. ബോണ്ട ഉണ്ടായില്ല, ഇന്ന് സൺഡേ ആയതാണ്. അത് കുഴപ്പമില്ല, അടുത്തൊരു ദിവസം നമ്മൾ വരും. കഴിക്കണ്ടോ? അപ്പോൾ നമുക്കപ്പോൾ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് ഇതേ പുറകെ വരുന്നുണ്ട് അടിപൊളി വിഷയം. നമ്മൾ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ തൂവൽ വെള്ളച്ചാട്ടം ഇതിലും ഗംഭീരമാണെന്നാണ് കേട്ടത്. ഇത് വഴിവക്കത്ത് തന്നെയുള്ള വേറൊരു വെള്ളച്ചാട്ടമാണ്. നോക്കി, അവിടെയും കുളിക്കണമെങ്കിൽ ഇറങ്ങാൻ നോക്കുവാണ്. ഇതിലേ ഇറങ്ങാം അല്ല, അതും കൂടി ജസ്റ്റ് കാണിച്ചാണ്. എന്തായാലും തൂവൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൂവൽ വെള്ളച്ചാട്ടം കാണിക്കാം നമുക്ക്. അതിനല്ലേ നമ്മൾ പോണത്. അത് കാണിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ പോണ വഴിക്ക്. ഇത് നല്ലൊരു രസമാണ്. നോക്കി കണ്ട, പോവാം തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക്. ആരാണ് ഭംഗി? ആർക്കാണ് ഭംഗി? ചേട്ടന് തന്നെയാണ്. അതെ, നമ്മള് തൂവൽ വെള്ളച്ചാട്ടം കാണാൻ വന്നാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ പറയുന്നത്. അടിപൊളി ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പലയിടത്തും പോയെങ്കിൽ അവിടെ നല്ലൊരു ബോർഡ് ഉണ്ടായില്ല അവിടെ വെക്കാൻ. ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടാലും കളിയാക്കാനല്ല, നേരെ മറിച്ച് അതിന് ടൂറിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ വെക്കുക. ആൾക്കാർ വരുമ്പോൾ ഒരു അല്ലേ നല്ലൊരു ബോർഡ് വെച്ചേക്കല്ലേ, അടിപൊളി ബോർഡ്, നല്ലൊരു രസമുണ്ട്. മലിനമായി പ്ലാസ്റ്റിക് ബോർഡുകളുടെ സംഭവം അതൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട, അപ്പോൾ നമുക്ക് നടക്കാനത് പോകണം. ചെറിയ വഴിയാണ്. വണ്ടി ഇവിടെ വെച്ച് റെസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ നടന്നു പോകണം. വർക്ക് താഴെത്തിയിട്ട് കാണാം. ഇത് കണ്ടതേ, ഇതല്ല കേട്ടോ കാണാൻ പോണ കാഴ്ച അപ്പുറത്താണ് അല്ലേ. ഇവിടെ നല്ലൊരു വിഷയമാണ്. ഇത് നോക്കി മൊത്തം ചീവീടാണ്. ഒരു തീപ്പെട്ടി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചിട്ടായിരുന്നു. പണ്ട് കുറേ ഇട്ടിട്ടുണ്ട്. എവിടെ ഉണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ കറക്റ്റ് എടുത്തിന് ഇരിക്കേണ്ടത്. അവിടെ ധരിക്കണം കണ്ട, അവിടെ ഉണ്ട്. വാ, തൂവൽ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക് അതെല്ലായിടത്തും ഉണ്ടാവും. അതെ അതെ അതെ, കാണിച്ചു കൊടുത്തേക്കട്ടെ. ബോർഡ് ശ്രദ്ധിക്കാനുള്ളതും അല്ലേ, ശ്രദ്ധിക്കമ്പാൻ എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ജിജോ ആണ് നേരത്തെ പോവാം അല്ലേ. ഇന്ന് മോഡല് ജിജോ, ഞാനല്ല. എനിക്ക് താല്പര്യം. ജിജോ പണിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്തന്നെ ജിജോ ഇനി ജീവിച്ചു പോകാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അല്ലേ. ഞാൻ റെഡിയാണ് ഫുൾ സപ്പോർട്ട് എന്നൊക്കെ. വേണ്ട, അടിപൊളി ഫോട്ടോ ഓക്കെ. അവിടെ തന്നെ വേണം. ആ സൈഡിൽ പോയി ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. കണ്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ അപ്പുറത്തുനിന്നൊരു വീഡിയോ കാണിച്ചിരുന്നു. ശേഷം ഇതിലിങ്ങനെ ഒഴുകിയിട്ടുണ്ട്. നോക്കി, അതിനപ്പുറത്തേക്ക് വഴിയുണ്ട്. അവിടെ എനിക്ക് തോന്നുന്ന വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടാവും. നമ്മൾ നേരത്തെ അവിടെ പോയാൽ നോക്കി വെള്ളച്ചാട്ടം നോക്കി, അടിപൊളി. എന്ത് ഹൈറ്റിലാണെന്ന് നോക്കി. താഴത്ത് പോകണ്ട, താഴത്ത് കാർ അപ്പുറത്തുകൂടി പോകേണ്ടി വരും.
ജിജോ കിടിലൻ സ്ഥലോട്ടാ, ഒന്നും പറയാനില്ല. നല്ല ഹൈറ്റിൽ വീഴുന്ന സ്ഥലമാണ്. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ പണ്ട് ഇവിടെ വരുമ്പോൾ ഈ അഞ്ചുരുളിയും ഇതൊക്കെ കാണിച്ചു തരില്ലാണ്ട് ഇതെന്താ കാണിക്കാൻ? അത് എന്ത് പരിപാടിയാണ്? അന്ന് റോഡില്ല, ഇല്ലായിരുന്നു. അതെ, വന്നപ്പോൾ റോഡില്ല ശരിക്കും പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇവിടുത്തെ പല സ്ഥലങ്ങളും ഇപ്പം അല്ലേ കയറാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും നമ്മൾ കയറിയിട്ടുണ്ട്. നോക്കി എന്നാ വ്യൂ കാണുന്ന നോക്കി. എന്തായാലും സംഭവം അടിപൊളി. ഇത് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതിലിറങ്ങാം അല്ലേ? ആ, അതിലിറങ്ങി അവിടെ നിന്ന് ഇറങ്ങാം അല്ലേ? അവിടെ നിന്ന് വഴി കുറച്ച് നടക്കണം. ഇവിടെ നടപ്പോഴേ മാത്രമേ ഉള്ളൂ, വണ്ടി പോവില്ല. നടന്നു അപ്പോൾ ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു ജിജോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന വിഷയം എന്ന് വെച്ചാൽ അതിലേ പോയൊരു പയ്യൻ, താഴത്തേക്ക് പോയ പയ്യനെ കൊണ്ട് എടുപ്പിച്ചാണ് ഈ വീഡിയോസ്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നു, കുളിക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട്, ഇറങ്ങാൻ മടിയും കൊണ്ട്. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് വേറെ ലൊക്കേഷനിലേക്ക് പോയി അവിടുത്തെ വീഡിയോ എടുക്കാനുണ്ടായി, അതുകൊണ്ട് ഇറങ്ങിയില്ല. എന്തായാലും അവിടെ പോയപ്പോൾ ഒരു പയ്യനെടുത്ത് അയച്ചു തന്നാണ് നമുക്ക്. അതും കൂടിയാണ് നിങ്ങളെ താഴത്തുനിന്നുള്ളൊരു വിഷയം കാണിച്ചു തന്നെയാണ്. താഴേക്ക് ഇറങ്ങി ചെന്നാൽ അതിമനോഹരമാണ് കേട്ടോ, കണ്ടല്ലോ അല്ലേ ജിജോ? ഇവിടെ അപ്പോൾ എന്തായാലും തൂവൽ വെള്ളച്ചാട്ടം കിടിലനാണ്, അതും അടിപൊളിയാണ് ഇടുക്കിയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ ഫോളോ ചെയ്തേക്കാം. ഇതുപോലുള്ള നിങ്ങൾ കാണേണ്ട മനോഹര കാഴ്ചകളായിട്ട് അല്ലേ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇടുക്കിയിലെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല, ഇനി മുന്നേ വീഡിയോ പോയിട്ടുണ്ട്. ഇതേ പുറകെ മഞ്ഞുണ്ട് നിങ്ങൾക്ക്. ഇടുക്കിയിലെ കുറേ സാധനങ്ങൾ എടുക്കാണ്ടിരിക്കും, ഗംഭീരമായ സ്ഥലങ്ങളിലേക്കാണ് പോണത്. അടിപൊളി. അപ്പോൾ പോയാലോ ജിജോ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.